നമസ്കാരം, എല്ലാവർക്കും ബയോസിന്റെ HSI നാച്ചുറൽ സയൻസ് ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നോഡൽ അനാട്ടമിയാണ്. എന്താണ് നോഡൽ അനാട്ടമി? പോകാം വീഡിയോയിലേക്ക്. എന്താണ് നോഡൽ അനാട്ടമി? എന്താണ് നോഡ് അല്ലെങ്കിൽ പർവ്വം എന്ന് പറയും അല്ലെ? ഒരു കാണ്ഡത്തിന്റെ ഏത് ഭാഗത്തു നിന്നാണോ ഇല ഉണ്ടാകുന്നത് ആ ഭാഗത്തിനെയാണ് നോഡ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള രണ്ട് നോഡുകൾക്ക് ഇടയുള്ള ഭാഗത്തിന്റെ ഇന്റർനോഡ് എന്നും പർവാന്തരം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഒരു നോഡൽ റീജിയന്റെ ഒരു പ്രത്യേകത, അവിടെ നിന്ന് ഇല സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ഭാഗത്തെ അനാട്ടമിയിൽ മറ്റു കാണ്ഡങ്ങളിലുള്ള അനാട്ടമിയിൽ നിന്ന് ഒരുപാട് വ്യത്യാസം ഉണ്ടായിരിക്കും. അതായത് ഇന്റർനോഡ് ഭാഗത്തെ ഒരു കാണ്ഡവും നോഡുള്ള ഭാഗത്ത് ഇല സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്തെ അനാട്ടമിയിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാകും. കാരണം അവിടെ നിന്നാണ് ഇല സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ അവിടെ നിന്നായിരിക്കും ആക്സിലറി ബഡ് ഡെവലപ്പ് ചെയ്തു ഒരു ബ്രാഞ്ച് ഡെവലപ്പ് ചെയ്യുന്നു. അങ്ങനെ ഒരു ബ്രാഞ്ച് അല്ലെങ്കിൽ ഇല സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്തെ അനാട്ടമിയിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാവും. അത് എക്സ്റ്റേണൽ ആയിട്ടും ഇന്റേണൽ ആയിട്ടും ഒരുപാട് ഡിഫറൻസ് കാണിക്കുന്നു. ഇതിനെക്കുറിച്ചുള്ള പഠനമാണ് നോഡൽ അനാട്ടമി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നോഡില് കാണപ്പെടുന്ന വാസ്കുലർ ടിഷ്യൂസ്, അതായത് സൈലത്തിന്റെ ഫ്ലോയത്തിന്റെ അറേഞ്ച്മെന്റ്, ക്രമീകരണം, അതിന്റെ ഘടന, ഇതിനെക്കുറിച്ച് പഠിക്കുന്നതാണ് നോഡൽ അനാട്ടമി എന്ന് പറയുന്നത്. ഇനി ഈ നോഡൽ അനാട്ടമി വഴി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? സസ്യങ്ങളുടെ പരിണാമ ബന്ധങ്ങളെ കുറിച്ചും വർഗീകരണത്തെ കുറിച്ചും മനസ്സിലാക്കാൻ കഴിയും. ഒരു ചെടിയിൽ നിന്ന് മറ്റൊരു ചെടി ഉണ്ടാകുമ്പോൾ പരിണാമ ബന്ധം ചില നോഡൽ അനാട്ടമിയിൽ കാണിക്കാറുണ്ട്. അതായത് ഒരേ ഗ്രൂപ്പിൽ വരുന്നവർക്കെല്ലാം ഒരേ തരത്തിലുള്ള നോഡൽ അനാട്ടമി കാണിക്കുക. അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷനും ഇതിന്റെ ബേസിലായിരിക്കും. ഒരു നല്ലൊരു ക്ലാസിഫിക്കേഷൻ എല്ലാത്തരം ക്യാരക്ടേഴ്സും കൺസിഡർ ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. അപ്പോൾ നോഡൽ അനാട്ടമിയുടെ ബേസിലായിരിക്കും ക്ലാസിഫിക്കേഷൻ, വർഗീകരണം നടത്തുന്നത്. നോഡൽ അനാട്ടമിയിൽ ഒരു നോഡിന്റെ പർവ്വത്തിന്റെ ആന്തരിക ഘടന മനസ്സിലാക്കുന്നു, അതുപോലെ ബാഹ്യഘടന മനസ്സിലാക്കുന്നു. അതായത് ആ ഭാഗത്ത് ഏതൊക്കെ സൈലം ഫ്ലോയം ടിഷ്യൂസ് എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു, അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. അതിന് ഇല വിടവുകൾ അല്ലെങ്കിൽ ലീഫ് ഗ്യാപ്പ് എന്ന് പറയുന്നത് അതിന്റെ ഒരു പ്രത്യേകത. പിന്നെ ലീഫിന്റെ അടയാളങ്ങൾ, അവിടെ നിന്നും ഒരു അടുത്ത ലീഫിലോട്ടോ ബ്രാഞ്ചിലോട്ടോ സൈലം ഫ്ലോയും സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്ത് ഒരു അടയാളം ഉണ്ടായിരിക്കും. അതിനെക്കുറിച്ച് ലീഫ് ട്രേസസ് എന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ നോഡൽ അനാട്ടമിയുടെ കഴിയും. അതുപോലെ തന്നെ കാണ്ഡത്തിലെ പർവ്വത്തിന്റെയും പർവാന്തരത്തിന്റെയും ആന്തരികഘടന വ്യത്യാസം. വളരെ നേരത്തെ ഞാൻ പറഞ്ഞു, ഒരു നോഡൽ റീജിയനിലുള്ള അനാട്ടമി ആയിരിക്കില്ല ഇന്റർനോഡിലുള്ളത്. നോഡിൽ നിന്നായിരിക്കും സൈലം ഫ്ലോയും സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഭാഗത്തുണ്ടാകുന്ന ഒരു സ്റ്റാർട്ടിങ്, ഒരു ബ്രാഞ്ചിലോട്ട് പോകുന്ന ഘടന വ്യത്യാസമായിരിക്കും. എന്നാൽ അതിന് തൊട്ട് മുകളിൽ ഇന്റർനോഡിൽ നമ്മൾ നോർമൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പഠിച്ചതുപോലുള്ള കാണ്ഡത്തിന്റെ ഘടനയായിരിക്കും. അപ്പോൾ ഘടനയിൽ ഒരു വ്യത്യാസം ഉണ്ടാവും നോഡിലും ഇന്റർനോഡിലും. എന്തുകൊണ്ടാണ് ആ വ്യത്യാസം വന്നത്? നോഡിലും ഇന്റർനോഡിലും വ്യത്യാസം വന്നത് അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇലയും ബ്രാഞ്ചും. ബ്രാഞ്ചിന്റെയും ഇലയുടെയും സ്റ്റാർട്ടിങ് കാരണമാണ് ആ നോഡിലൊരു ഘടനയിൽ വ്യത്യാസം വന്നത്. കാരണം അവിടെ നിന്ന് ആ ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു വ്യത്യാസം നോഡിൽ പ്രകടമായിരിക്കും. എന്താണ് ഇലകളുടെ ട്രേസുകൾ, ലീഫ് ട്രേസസ് നോക്കാം. ഒരു കാണ്ഡത്തിലെ സംവഹന നാളി വ്യൂഹത്തിൽ നിന്നും ഇലയുടെ ഞെട്ടിലേക്ക്, അതിന്റെ സ്റ്റാക്കിലേക്ക് നീണ്ടു നിൽക്കുന്ന സംവഹന നാളി ഭാഗങ്ങളെയാണ് ഇലയുടെ ട്രേസ് എന്ന് പറയുന്നത്. ആ ചിത്രം നോക്കുക, ഒന്നാമത്തെ ചിത്രം നോക്കുക. അതായത് ഒരു കാണ്ഡത്തിൽ നിന്ന് ഒരു ലീഫിലോട്ട് ബ്രാഞ്ച് പോകുന്ന കണ്ടു. ഇപ്പൊ ലീഫ് ട്രേസ് എന്ന് കൊടുത്തിരിക്കുന്ന ഭാഗം കറുത്ത കളറിൽ കൊടുത്തിരിക്കുന്നുണ്ടോ? അതായത് സൈലത്തിന്റെ ഒരു ശാഖ ലീഫിലോട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അതിന് മുകളിലോട്ടുള്ള ഭാഗത്ത് ഒരു ഗ്യാപ്പ് വന്നില്ലേ? ആ ഗ്യാപ്പില് പാരങ്കമ ടിഷ്യൂ ആയി. ആ ഭാഗത്തിന് ലീഫ് ഗ്യാപ്പ് എന്നും, ആ ഇലകളിലോട്ട് ബ്രാഞ്ച് ചെയ്ത് പോയ കണ്ടിന്യൂസ് ആയിട്ട് പോയ സൈലത്തിനെയാണ് ലീഫ് ട്രേസ് എന്ന് പറയുന്നത്. തൊട്ടടുത്ത ചിത്രം നോക്കേണ്ടത് ഒരു ലീഫിലോട്ടും പിന്നെ അവിടെ നിന്നേക്ക് ബ്രാഞ്ചിലോട്ടും പോകുന്ന ഒരു ലീഫ് ഗ്യാപ്പും ലീഫ് ട്രേസും ആണ് കൊടുത്തിരിക്കുന്നത്. അതിലും വ്യത്യാസമുണ്ട് കണ്ടോ. ലീഫ് ട്രേസിലേക്ക് ലീഫിന്റെ ഭാഗത്തേക്ക് അതിന്റെ സൈലം ഫ്ലോയും പോകുന്നുണ്ട്. തൊട്ട് മുകളിൽ ലീഫ് ഗ്യാപ്പ് വരുന്നുണ്ട്. പിന്നെ ബ്രാഞ്ചിലേക്ക് പോകുന്ന ഗ്യാപ്പും ബ്രാഞ്ചിന്റെ ട്രേസും കാണാൻ കഴിയും. ഇങ്ങനെ കാണ്ഡത്തിൽ നിന്നും ഇലകളുടെ ഞെട്ടിലേക്ക്, പീറ്റിയോളിലേക്ക്, ഇലയുടെ സ്റ്റാക്കിലേക്കുള്ള സൈലത്തിന്റെ ഫ്ലോയത്തിന്റെ ഒരു ബ്രാഞ്ച്, നീണ്ടു നിൽക്കുന്ന ആ ഒരു ബ്രാഞ്ചിനെയാണ് നമുക്ക് ഇലകളുടെ ട്രേസ് എന്ന് പറയുന്നത്. ഈ ഭാഗത്ത് ഫ്ലോയത്തേക്കാൾ കൂടുതൽ സൈലമായിരിക്കും. ഒരു കർവ് ചെയ്ത് ഇങ്ങനെ ബ്രാഞ്ച് ചെയ്ത് പോകുന്നതുകൊണ്ട്, അല്ലെങ്കിൽ കർവ് ചെയ്ത് ടേൺ ചെയ്ത് പോകുന്നുണ്ട്, ആ ഭാഗത്ത് സൈലമായിരിക്കും കൂടുതൽ. ഫ്ലോയത്തേക്കാൾ കൂടുതൽ സൈലമായിരിക്കും. അതായത് പ്രധാന സംവഹന നാളീവ്യൂഹത്തിൽ ഇലയുടെ ട്രേസ് ആരംഭിക്കുന്ന ഭാഗത്ത് സൈലം മാത്രം. ഇവിടെ ഇലയുടെ ട്രേസ് ആരംഭിക്കുന്ന ഭാഗത്ത് സൈലം മാത്രമേ കാണൂ. എന്നാൽ ഇലയുടെ ഞെട്ടിനോട് ചേരുന്ന ഭാഗത്ത് സൈലവും ഫ്ലോയും കാണപ്പെടും. അപ്പൊ കൂടുതലും സൈലമാണ് അല്ലെ. ആ ഒരു ടേണിങ് ഉണ്ടാകുന്ന സ്ഥലം, സ്റ്റെമ്മിൽ നിന്നും ബ്രാഞ്ചിലോട്ടുള്ള അല്ലെങ്കിൽ ലീഫിലോട്ടുള്ള ടേണിങ് ഉണ്ടാകുന്ന ഭാഗത്ത്, ആ നോഡിന്റെ ബേസ് ഭാഗത്ത് അല്ലെങ്കിൽ ആ ട്രേസ് ആരംഭിക്കുന്ന ഭാഗത്ത് എപ്പോഴും സൈലം മാത്രമായിരിക്കും. പിന്നീട് മുകളിലോട്ട് പോകുമ്പോൾ ബ്രാഞ്ചിൽ ആ ഞെട്ടിനോട് ചേർന്ന് വരുന്ന ഭാഗത്ത്, ഇലയുടെ ഞെട്ടിനോട് ചേർന്ന് വരുന്ന ഭാഗത്തായിരിക്കും സൈലവും ഫ്ലോയും കൂടുതലായിട്ട് കാണുന്നത്.
ഇലകളുടെ ട്രേസിലൂടെയാണ് ഇലകളിലേക്കുള്ള സംവഹനം നടക്കുന്നത്. ഈ ഒരു ലീഫ് ട്രേസിലൂടെയാണ് ലീഫിലേക്കുള്ള കണ്ടക്ഷൻ നടക്കുന്നത്. അടുത്തതാണ് ഇലകളുടെ വിടവുകൾ അഥവാ ലീഫ് ഗ്യാപ്സ്. ചിത്രം നോക്കുക. അവിടെ മെയിൻ ആയിട്ടുള്ള സൈലത്തിന്റെ ഫ്ലോയത്തിന്റെ ബണ്ടിൽ നിന്നും 3 ബ്രാഞ്ച് കാണുന്നില്ലേ? അതിനെ ലീഫ് ട്രേസ് എന്നല്ലേ പറയും. ആ ലീഫ് ട്രേസിന് തൊട്ട് മുകൾ ഭാഗം നോക്കുക. അവിടെ ഒരു ഗ്യാപ്പ് കാണാം. ആ ഗ്യാപ്പിൽ പാരൻകൈമ ടിഷ്യൂസ് നിറഞ്ഞിട്ടുണ്ട്. ആ ഭാഗമാണ് ലീഫ് ഗ്യാപ്പ് അഥവാ ലീഫ് ലാക്യുന എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചിത്രം നോക്കുക. അത് ഒരു ലീഫിലേക്കുള്ള ലീഫ് ട്രേസും തൊട്ട് മുകളിലുള്ള ലീഫ് ഗ്യാപ്പും കാണാൻ കഴിയും. അടുത്ത ചിത്രത്തില് ലീഫിലോട്ടും ബ്രാഞ്ചിലോട്ടുമുള്ള ലീഫ് ട്രേസുകളും ബ്രാഞ്ച് ട്രേസുകളും കാണാം. രണ്ടിനും ഇടയിലായിട്ട് ഗ്യാപ്പുകളും കാണാൻ കഴിയും. ഈ ഗ്യാപ്പിലൊക്കെ പാരൻകൈമ ടിഷ്യൂസ് ആണ് നിറഞ്ഞിരിക്കുന്നത്. അതായത് മെയിൻ ആയിട്ടുള്ള പ്രധാനമായിട്ടുള്ള സൈലത്തിന്റെ ഫ്ലോയത്തിന്റെ ഒരു ബ്രാഞ്ച് തന്നെ അല്ലെങ്കിൽ അതിന്റെ ഒരു ഭാഗമാണ് ഈ ലീഫ് ട്രേസ് അല്ലെങ്കിൽ ബ്രാഞ്ച് ട്രേസ് എന്ന് പറയുന്നത്. പക്ഷെ അത് അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണോ എന്ന് വെച്ചാൽ അല്ല. അതിന്റെ ഒരു തുടർച്ചയായിട്ടുള്ള കണ്ടിന്യൂറ്റി ആയിട്ടുള്ള ഒരു വിതരണമല്ല, ഡിസ്ട്രിബ്യൂഷൻ അല്ല കാണിക്കുന്നത്. ഈ ലീഫ് ട്രേസ് ആരംഭിക്കുന്ന ഭാഗത്ത് മുകളിലായിട്ട് കാണപ്പെടുന്ന ഗ്യാപ്പിൽ പാരൻകൈമ ടിഷ്യൂസ് ആണ് കാണപ്പെടുന്നത്. ആ ഭാഗമാണ് ലീഫ് ഗ്യാപ്പ് അല്ലെങ്കിൽ ലീഫ് ലാക്യുന എന്ന് അറിയപ്പെടുന്നത്. ലീഫ് ഗ്യാപ്പ് അത് വിടവിന്റെ സാന്നിധ്യം കാരണമാണ് ദ്വിതീയ വളർച്ചയുടെ ആദ്യഘട്ടങ്ങളിൽ കോർട്ടിക്കൽ പാരൻകൈമ അതിലൂടെ തുടർച്ചയായിട്ട് മാറുന്നത്. അതായത് ഈ ഗ്യാപ്പ് കാരണം അവിടെ ഉണ്ടാവുന്ന പാരൻകൈമ ടിഷ്യൂസ് പിന്നെ കോർട്ടിക്കൽ പാരൻകൈമ ടിഷ്യൂസിന്റെ ഒരു ഭാഗമായിട്ട് മാറുകയും അതിന്റെ കണ്ടിന്യൂറ്റിയിൽ ദ്വിതീയ വളർച്ച ഉണ്ടാവുകയും ചെയ്യും. നമ്മുടെ ആൻജിയോസ്പെർമിൽ സബ്യൂസ്പുകൾ അല്ലെങ്കിൽ ആവൃത ബീജുകളിൽ ഒരു പർവ്വത്തിലെ നോഡിലെ ലീഫ് ഗ്യാപ്പിന്റെയും ലീഫ് ട്രേസിന്റെയും എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ 3 തരം നോഡുകളായിട്ട് തിരിക്കാം. അതായത് ഒരു നോഡിൽ എത്ര ലീഫ് ഗ്യാപ്പ് ഉണ്ട്, എത്ര ലീഫ് ട്രേസ് ഉണ്ട്, അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചെടികളെ പ്രധാനമായിട്ട് 3 കാറ്റഗറി ആയിട്ട് നോഡുകളെ തിരിക്കാം. ഒന്നാമതാണ് യുണി ലാക്യുനാർ നോഡ്, രണ്ടാമത്തത് ട്രൈ ലാക്യുനാർ നോഡ്, മൂന്നാമത്തത് മൾട്ടി ലാക്യുനാർ നോഡ്. ആദ്യത്താണ് യുണി ലാക്യുനാർ നോഡ്. പേര് തന്നെ ഉണ്ട്, ലാക്യുന ഗ്യാപ്പ് അല്ലെ, ലീഫ് ഗ്യാപ്പ് ഒരെണ്ണമായിരിക്കും. ഒരു പർവ്വത്തിൽ നോഡിൽ ഒരു ലീഫ് ഗ്യാപ്പും എന്നാൽ ആ ഗ്യാപ്പില് 1 2 അതിലധികമോ ലീഫ് ട്രേസും കാണണം. ഇത്തരത്തിലുള്ള നോഡുകളെ അല്ലെങ്കിൽ നോഡുകളുള്ള പ്ലാന്റുകളെയാണ് യുണി ലാക്യുനാർ നോഡ് എന്ന് അറിയപ്പെടുന്നത്. ഉദാഹരണമായിട്ട് അരളിച്ചെടി. അരളിച്ചെടിയിൽ അതുപോലെ ലെൻഡാന ക്യാമറ എന്ന് പറഞ്ഞാൽ അരിപ്പൂച്ചെടി എന്നൊക്കെ പറയില്ല, പല കളറിൽ ഇങ്ങനെ പുരൂര പൂടിച്ച് ഇരിക്കുന്ന ഒരു പ്രത്യേക സ്മെല്ലുള്ള പ്ലാന്റ് ആണ് ലെൻഡാന ക്യാമറ. പിന്നെ ആടലോടകം, ആടത്തോട വസ്തിക്ക അല്ലെങ്കിൽ ജസ്റ്റിക്ക ആടത്തോട എന്ന പുതിയ പേരിൽ അറിയപ്പെടുന്ന ആടലോടകം. ഇതിന്റെയൊക്കെ പ്രത്യേകത ഒരൊറ്റ ലീഫ് ഗ്യാപ്പും ഒരൊറ്റ ട്രേസും മാത്രമേ കാണൂ. അതാണ് ആദ്യത്തെ ചിത്രം നോക്കുക, ഒരു ഗ്യാപ്പും ഒരു ലീഫ് ട്രേസും. രണ്ടാമത്തത് എക്സാമ്പിൾ നോക്കുക, ക്ലിറോഡെൻഡ്രോൺ പ്ലെൻഡൻസ് എന്നറിയപ്പെടുന്ന പെരിവലത്തിന്റെ ഫാമിലിപ്പെട്ട ചെടിയാണ്. പ്രത്യേകത അവിടെ ഒരു ഗ്യാപ്പേ ഉള്ളൂ, പക്ഷെ നമുക്ക് 2 ലീഫ് ട്രേസ് കാണാൻ കഴിയും. 2 ലീഫ് ട്രേസ് കാണാൻ കഴിയും. 2 ലീഫ് ട്രേസും ഒരു ഗ്യാപ്പും ഉള്ള പ്ലാന്റ് ആണ് ക്ലിറോഡെൻഡ്രോൺ പ്ലെൻഡൻസ് എന്നറിയപ്പെടുന്നത്. ചിനോപോഡിയം ആൽബം, വിതാനിയ സോംനിഫറ, അശ്വഗന്ധ എന്ന പ്ലാന്റ്. ഇതിന്റെയൊക്കെ പ്രത്യേകത ഒരു ഗ്യാപ്പും 3 ലീഫ് ട്രേസും കാണാൻ കഴിയും. ലീഫ് ഗ്യാപ്പ് എല്ലായിടത്തും ഒന്നേ ഉള്ളൂ, പക്ഷെ ട്രേസിന്റെ എണ്ണം വ്യത്യാസമായിരിക്കും. ആദ്യത്തെ എക്സാമ്പിളിലൊക്കെ ഒറ്റ ലീഫ് ട്രേസ്, അടുത്തതിൽ 2 ലീഫ് ട്രേസ്, ഇപ്പൊ പറഞ്ഞതിലൊക്കെ 3 ലീഫ് ട്രേസ് കാണാൻ കഴിയും. യൂണിലാക്യുനാർ നോഡ് ഈ 2 ഇല ട്രേസുള്ള സസ്യങ്ങളെ ഏറ്റവും താഴ്ന്ന തരം സസ്യങ്ങളായിട്ട് കാണപ്പെടുന്നു. ഒരു നോഡിൽ 2 ലീഫ് ട്രേസ് ഉള്ളത് ഏറ്റവും താഴ്ന്ന പ്രിമിറ്റീവ് പ്ലാന്റ് ആയിട്ടാണ് കണക്കാക്കുക. വളരെ റയർ ആയിട്ട് അത് കാണപ്പെടുന്നുള്ളൂ, പ്രിമിറ്റീവ് ടൈപ്പ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ട്രൈ ലാക്യുനാർ നോഡ്, പേര് തന്നെ ഉണ്ട്, ഒരു പർവ്വത്തിൽ നോഡില് 3 ഗ്യാപ്പ് ഉണ്ടായിരിക്കും, 3 ലീഫ് ഗ്യാപ്പ് ഉണ്ടായിരിക്കും, അതുപോലെ 3 ലീഫ് ട്രേസും ഉണ്ടായിരിക്കും. സിമ്പിൾ ആണല്ലോ. ചിത്രം നോക്കുക, 3 ഗ്യാപ്പും 3 ലീഫ് ട്രേസും കാണപ്പെടുന്നതാണ് ട്രൈ ലാക്യുനാർ നോഡ് എന്ന് പറയും. ഇതിൽ നടുക്കുള്ള ട്രേസ് കുറച്ച് വലുതായിരിക്കും, സൈഡിലുള്ള ട്രേസിനേക്കാൾ നടുക്കുള്ള കുറച്ച് വലുതായിരിക്കും. ഉദാഹരണം ആസഡദാക്ട ഇൻഡിക്ക അല്ലെങ്കിൽ വേവ്. അടുത്തതാണ് മൾട്ടി ലാക്യുനാർ നോഡ്. പേര് തന്നെ ഉണ്ട്, ഒരു നോഡില് ധാരാളം ലീഫ് ഗ്യാപ്പും ലീഫ് ട്രേസസും കാണപ്പെടും. എണ്ണമില്ലാത്ത രീതിയിൽ എത്ര വേണോ ആകാം, അങ്ങനെ ഒരുപാട് ലീഫ് ഗ്യാപ്പും ലീഫ് ട്രേസും കാണപ്പെടുന്ന നോഡുകളാണ് മൾട്ടി ലാക്യുനാർ നോഡ് എന്ന് പറയും. ഇതിൽ നടുക്കുള്ളത് വലുതായിരിക്കും, ബാക്കിയുള്ളതെല്ലാം ചെറുതായിരിക്കും. കണ്ട ചിത്രത്തിൽ കാണാം, നടുക്കുള്ള ലീഫ് ട്രേസ് വളരെ വലുതാണ്, പിന്നീടുള്ളതെല്ലാം ചെറുതായിരിക്കും. പോളിഗോൺ എന്ന പ്ലാന്റിലും കൊറിയാൻഡ്രം സറ്റയും മല്ലിയിലും അരാലിയും തുടങ്ങിയ പ്ലാന്റിലൊക്കെ നമുക്ക് മൾട്ടി ലാക്യുനാർ നോഡ് കാണാൻ കഴിയും. ഇന്നത്തെ ക്ലാസ്സിൽ ചെറിയ ടോപ്പിക് ഡിസ്കസ് ചെയ്തത് നോഡൽ അനാട്ടമി.
ഈ ക്ലാസ് മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കായിട്ട് കാണാം. എല്ലാവർക്കും ശുഭദിനം നേരുന്നു.